Hi dears, welcome to Anus Kitchen. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്ക് ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിൽക്ക് ഷേക്ക് പോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണം. ഞാനിവിടെ ബോർബോൺ ബിസ്ക്കറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹൈഡ് ആൻഡ് സീക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം, അത് ഇഷ്ടം പോലെ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു 5-6 ബിസ്ക്കറ്റ് വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 പേർക്കുള്ള ഒരു ഷേക്കിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6 ബിസ്ക്കറ്റോളം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ക്രീമൊന്നും കളയണ്ട, അത് ഫുള്ളായിട്ട് തന്നെ ഇടുവാണേ. ഇനി ഇതിനകത്തോട്ട് ഒരു വലിയ പിടി കപ്പലണ്ടി ചേർത്തിട്ടുണ്ട്. ഇത് തൊലിയില്ലാത്ത കപ്പലണ്ടിയാണ് കേട്ടോ, വറുത്ത കപ്പലണ്ടി. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറുപഴം. ഇതിപ്പോൾ പാളയംകോടനാണ്, രസകദളി ആയാലും മതി. ഒരു ചെറിയ പഴം എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഷേക്ക് കുടിക്കുമ്പോൾ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നരുത്. അപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള പഴം എടുക്കുക, വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് കുറച്ച് വാനില ഐസ്ക്രീം, ഒരു വലിയ സ്കൂപ്പ് വാനില ഐസ്ക്രീം ആണ് കേട്ടോ. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒക്കെ വരും. ഐസ്ക്രീം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് ഒഴിവാക്കുകയും ചെയ്യാം, പക്ഷെ അത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ചെറിയ പാക്കറ്റിൽ അമുലിൻ്റെയൊക്കെ ഐസ്ക്രീം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഒരു 10 രൂപയാണ് ഇതിന്. ഇത് ഒരെണ്ണമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ സ്കൂപ്പ് വരും. വാനിലയ്ക്ക് പകരം ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെയാകുമ്പോൾ ആ ഒരു ഷേക്കിന് കുറച്ചും കൂടി ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് കൂടി നിൽക്കും. അത് ഇഷ്ടം പോലെ ചേർത്താൽ മതി. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം ബിസ്ക്കറ്റിലും ഐസ്ക്രീമിലും പഴത്തിലും ഒക്കെ മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് കുറച്ച് കോഫി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. നെസ്കഫയോ ബ്രൂവോ ഏതായാലും മതി. കോഫി ഒഴിവാക്കരുത് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഷേക്കിന്. ഇനി നമുക്കിത് കുറച്ച് പാല് ചേർത്തിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് പാല് ഫ്രീസറിൽ വെച്ച് ഇതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ചെറുതായിട്ടൊന്ന് ഐസ് ആയിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിൽ. വെറുതെ നമ്മൾ തണുത്ത പാലൊഴിച്ചത് അരച്ചു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ലൂസായിപ്പോവും. അപ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ കട്ടിയാക്കി ഐസാക്കി എടുത്ത പാല് വേണം ഒഴിച്ച് അരയ്ക്കാനായിട്ട്. ഷേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ചിങ്ങനെ ഒരു ക്രീമി ആയിട്ടല്ലേ ഇരിക്കുന്നത്. പാല് വെറുതെ നമ്മളൊരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കുമ്പം ഈ ഒരു പരുവത്തിലായി കിട്ടും. എന്നിട്ട് അത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തു. അത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് ആയാലും ഐസ്ക്രീം, കോഫി പൗഡർ ഏതായാലും നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറക്റ്റായിട്ട് ഇത്ര അളവിൽ തന്നെ ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്കോ മിൽക്ക് ഷേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 2 പേർക്ക് കുടിക്കാനുള്ളൊരു അളവാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീമും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്കൊക്കെ ആയിട്ട് ഇട്ടു എന്ന് മാത്രം. കുറച്ച് സ്പ്രിങ്കിൾസും കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഐസ്ക്രീമും സ്പ്രിങ്കിൾസും എല്ലാം കൂടി ചേർത്ത് കുടിക്കാനും ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇതുപോലെ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.